ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കാൻ നീക്കവുമായി SIT. ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. കൂടുതൽ വിവരങ്ങളുമായി ആതിര ചേരുകയാണ്. ആതിര, ഈ തന്ത്രിക്കെതിരെ ആരോപണങ്ങൾ നിരത്തി അറസ്റ്റ് ചെയ്ത പ്രത്യേക അന്വേഷണ സംഘത്തിന് വലിയൊരു തിരിച്ചടിയായിരുന്നു തന്ത്രിക്ക് ജാമ്യം ലഭിച്ചത്. ഇനിയിപ്പോൾ SITയുടെ നീക്കം എന്താണ്? ജാമ്യം റദ്ദാക്കാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകാനാണോ? മായ, തീർച്ചയായും SITയുടെ നീക്കം അത്തരത്തിൽ തന്നെയാണ് നിലവിൽ ഏതായാലും തീരുമാനിച്ചിട്ടുള്ളത്. ഈ തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി SIT അന്വേഷണ ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ഈ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇത്തരത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യത്തെ കേസിൽ ജാമ്യം ലഭിക്കുന്നത്. ഇതിൽ അന്വേഷണ സംഘം ഈ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലുള്ള കാലതാമസമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അറസ്റ്റ് ചെയ്തതിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ഒരു തെളിവ് പോലും കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് SITക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ വിമർശനങ്ങൾക്കൊക്കെ തന്നെ വഴിവെച്ചിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ കോടതിയിൽ നിന്നും കോടതി വലിയ രീതിയിൽ SITയെ വിമർശിക്കുന്ന സാഹചര്യത്തിൽ ഒക്കെ തന്നെ ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇത്തരത്തിലൊരു ജാമ്യം ലഭിക്കാവുന്ന ഒരു നീക്കമൊക്കെ തന്നെ നടത്തിയത്. പക്ഷേ ദ്വാരപാലക പാളി കേസിൽ ഇപ്പോഴും തന്ത്രി ജയിലിൽ തുടരുകയാണ്. ആ കേസിൽ കൂടി ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങാനുള്ളൊരു സാധ്യതയുമുണ്ട്. പ്രധാനമായും തന്ത്രി തന്റെ ഈ ജാമ്യം ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായാണ് തനിക്കെതിരെ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ തന്നെ കൂടി ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ്. കാരണം ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിനെതിരെ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ താൻ അതിനെതിരായിരുന്നു, അതിന് സർക്കാരിന് തന്നോട് ഒരു പ്രശ്നമുണ്ടായിരുന്നു, ആ വിരോധത്തിന്റെ പേരിലാണ് തന്നെയും ഈ കേസിൽ കുടുക്കിയത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഈ ജാമ്യ ഹർജി നൽകിയതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു തന്ത്രി. അതൊക്കെ കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം ജാമ്യം കോടതി നൽകിയിരുന്നത്. പക്ഷേ നിലവിൽ ഏതായാലും തന്ത്രിക്കെതിരെ, തന്ത്രിയുടെ ഈ ജാമ്യം ലഭിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കത്തിലാണ് SIT ഉള്ളത്. എത്രയും വേഗം തന്നെ ഈ ദ്വാരപാലക പാളി കേസിൽ കൂടി ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ജാമ്യം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് SITയുടെ നീക്കം. ആതിര, തന്ത്രി രാജീവർ കണ്ഠരർക്ക് ലഭിച്ചത് സ്വാഭാവിക ജാമ്യമല്ല. റിമാൻഡ് പരിധിയിൽ തന്നെയാണ്. 90 ദിവസം ആവുന്നതിന് മുമ്പ് തന്നെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അങ്ങനെ കോടതി ജാമ്യം അനുവദിക്കണമെങ്കിൽ SIT മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, അത് വ്യക്തമായ തെളിവുകൾ മുന്നോട്ട് വയ്ക്കാൻ SITക്ക് കഴിയാത്തത് കൊണ്ട് തന്നെയാണ്. അത് ഇനിയും SIT അപ്പീൽ പോയിട്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് SIT അതിനെ പ്രതിരോധിക്കുക? മായ, തീർച്ചയായും. കാരണം കോടതി ആദ്യഘട്ടം മുതൽ ഈ തന്ത്രിയുടെ കാര്യത്തിൽ ആദ്യഘട്ടം മുതൽ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു തരത്തിലുമുള്ള ഒരു സാഹചര്യ തെളിവ് പോലും, ഒരു തരത്തിലുമുള്ള തെളിവ് SITക്ക് കോടതി മുമ്പാകെ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് തന്ത്രിക്ക് ജാമ്യം ലഭിച്ചതും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഹൈക്കോടതിയുമായി, കൊല്ലം കോടതിയാണ് ജാമ്യം നൽകിയത്. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോയതിനു ശേഷം എന്തെങ്കിലും തരത്തിലുള്ള രഹസ്യ നീക്കം SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല. ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് എങ്കിലും ഈ ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യത നിലവിൽ ഏതായാലും കുറവാണ്. പക്ഷേ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ വിഷയത്തെ രാഷ്ട്രീയപരമായ ആയുധമാക്കാനുള്ള ഒരു നീക്കമൊക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നിലവിൽ ഏതായാലും SIT മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കം നിലവിൽ നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചാൽ തന്നെയും കൃത്യമായ തെളിവുകൾ അവിടെ ഹാജരാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയിലെത്തിയാലും SITയുടെ നീക്കം പാളാനുള്ള സാധ്യതയാണ് നിലവിൽ ഏതായാലും ഉള്ളത്. ആതിരയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് SIT എന്നറിയുന്നു.